നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ആരോഗ്യമാളുകൾക്ക് പുതിയ സർക്കാർ പദ്ധതി. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം മുഅസ്സസ് എന്ന പദ്ധതിയുടെ അവസാന ഘട്ടം കുവൈത്തിലെ പ്രധാന മാളുകളിൽ നടപ്പാക്കി തുടങ്ങി. പൊതു ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുക, ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മാളുകളിൽ ഹെൽത്ത് കൗണ്ടറുകൾ, നിഘണ്ടു ബോർഡുകൾ, ഡയറ്റ് ഫിറ്റ്നസ് ക്ലാസുകൾ തുടങ്ങിയവ ആരംഭിച്ചു. മാലിന്യ നിയന്ത്രണത്തിൽ GCCക്ക് വലിയ വിജയം വിതരണം. അപകടകാരിയായ മാലിന്യത്തിന്റെ 30% GCC രാജ്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിച്ചു. GCC സ്റ്റാറ്റ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പ്രകാരം 2019-2023 കാലയളവിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. GCC മാലിന്യ സംസ്കരണ വ്യവസായം $68 ബില്യൺ മാർക്കറ്റിലെത്തി. GCCയിലെ മാലിന്യ സംസ്കരണ രംഗം വൻ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. ഈ രംഗം 2025-ൽ $68.3 ബില്യൺ വ്യാപാരമായിട്ടുണ്ട്. സർക്കാർ പദ്ധതികളുടെയും സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തിന്റെയും ഫലമായി 2030ഓടെ ഈ മേഖല $100 ബില്യൺ UAE GCCയിലെ വലിയ കരാറുകളിൽ ഒന്നാമത്. 2025ന്റെ രണ്ടാം പാദത്തിൽ GCCയിലെ വിവിധ രാജ്യങ്ങളിൽ അംഗീകരിച്ച പുതിയ നിർമ്മാണ വ്യാപാര കരാറുകളിൽ 49.2% UAE സ്വന്തമാക്കി. വിവിധ ഇന്റർനാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ, ടെക്, ഹെൽത്ത് കരാറുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സൗദിയിൽ 23,000-ലധികം നിയമലംഘകരെ പിടികൂടി. താമസം, തൊഴിൽ, അതിർത്തി നിയമങ്ങൾ ലംഘിച്ചവരെയാണ് സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പിടിയിലായവരിൽ നിരവധി പ്രവാസികളുമുണ്ട്. നിയമപാലനത്തിനായി പുതിയ ആഴ്ചപ്പാടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജിൻ-ജി സ്പോർട്സ് റിയാദിൽ ലോക ചാമ്പ്യന്മാർ. റിയാദിൽ നടന്ന സ്പോർട്സ് വേൾഡ് കപ്പിൽ ലീഗ് ഓഫ് ലെജൻഡ്സ് വിഭാഗത്തിൽ കൊറിയയിലെ ജിൻ-ജി ടീം വിൻ ചെയ്യുകയായിരുന്നു. $1.2 മില്യൺ സമ്മാനത്തുകയും ടീം സ്വന്തമാക്കി. GCC സ്പോർട്സ് ലീഗിന്റെ രണ്ടാം പതിപ്പ് റിയാദിൽ. ജൂലൈ 21-22 റിയാദിലെ SCF അറീനയിൽ GCC രാജ്യങ്ങൾ തമ്മിലുള്ള സ്പോർട്സ് ലീഗ് നടക്കും. സൗദി, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ പങ്കെടുക്കും. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ കോൺഗോയിൽ സമാധാന പ്രവർത്തനം. DR കോൺഗോ സർക്കാരിനും M23 ഗ്രൂപ്പിനുമിടയിലെ നീണ്ടകാല പോരാട്ടം അവസാനിപ്പിക്കാൻ ഖത്തർ നടത്തിയ മധ്യസ്ഥതയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരം. UN, യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ തുടങ്ങിയ സംഘടനകൾ ഖത്തറിനെ അഭിനന്ദിച്ചു. GCC ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ച. GCC രാജ്യങ്ങളും ബ്രിട്ടനും തമ്മിൽ നീണ്ടു നിൽക്കുന്ന സ്വതന്ത്ര വ്യാപാര ഉടമ്പടി സംബന്ധിച്ച ചർച്ചകൾ പുതിയ ഘട്ടത്തിലേക്ക്. പലതരം കസ്റ്റംസ് ഒഴിവാക്കലുകളും ഡിജിറ്റൽ വ്യാപാരവും ഉൾപ്പെടുന്ന പദ്ധതിയാണ് ചർച്ചയിലുള്ളത്. GCC റെയിൽപാത പദ്ധതി താളം നഷ്ടപ്പെടുന്നു. GCC രാജ്യങ്ങളെ തമ്മിൽ റെയിൽ വഴി ബന്ധിപ്പിക്കാനുള്ള പദ്ധതിക്ക് നിലവിൽ UAE, ഒമാൻ, സൗദി എന്നീ രാജ്യങ്ങളിൽ മാത്രം പുരോഗതിയുണ്ട്. കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയവയിൽ പദ്ധതി പുരോഗമിക്കുന്നില്ല. UN ഗസ സമാധാന സമ്മേളനം മാറ്റിവെച്ചു. ഗസയിലെ ഇപ്പോഴത്തെ യുദ്ധ പരിസരത്തിൽ UN നിർദ്ദേശിച്ച സമാധാന സമ്മേളനം നീട്ടിവെച്ചു. ജൂലൈ 28-29 ന്യൂയോർക്കിൽ നടക്കും. ഖത്തർ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പങ്കെടുക്കും. സൗദിയിൽ ശക്തമായ മഴ, യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. സൗദിയിലെ മക്ക, ജിസാൻ, അസീർ എന്നീ പ്രദേശങ്ങളിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടു. റോഡ് യാത്ര ചെയ്യുന്നവരും തീർത്ഥാടകരും ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.